Hello everyone, welcome back to Bosco Campus Vision. Today I'm going to discuss the topic truncate, commit, rollback commands in database management system. Let's see the truncate command. It's an easier and faster way to remove all rows from a table using truncate command. So ഒരു truncate എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടേബിളിൽ എല്ലാ റോസിനെയും അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസിനെല്ലാം ഏറ്റവും ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് truncate എന്ന് പറയുന്നത്. So the truncate command will delete the existing information from table and the data that is deleted from the table cannot be retrieved. ഓക്കെ, അതായത് നമുക്ക് ട്രങ്കേറ്റ് കമാൻഡ് ഉപയോഗിച്ച് ടേബിളിലെ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻസിനെ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ റിമൂവിങ് ഓൾ റോസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ എല്ലാ ഡേറ്റാസും ഡിലീറ്റ് ചെയ്യാന്നാണ് അർത്ഥം. സോ ദ ഡേറ്റ ദാറ്റ് ഇസ് ഡിലീറ്റഡ് ഫ്രം ദ ടേബിൾ കനോട്ട് ബി റിട്രീവ്ഡ്. നമുക്ക് ഈ ഡിലീറ്റ് ചെയ്യുന്ന ഡേറ്റാസിനെ ഒന്നും റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. വൈൽ ദ സ്പേസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ക്യാൻ ബി റീക്ലെയിംഡ്. എന്താണ്, നമുക്ക് ഡേറ്റാസിനെ ഒന്നും തിരിച്ച് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആ ഡേറ്റാസിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസിന് നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ചില സമയങ്ങളിൽ ചില കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ടേബിളിലെ ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള സ്പേസും കൂടി അങ്ങ് റിസർവ്ഡ് ആയി പോകും. വൺസ് ദ ഡേറ്റ പോയി കഴിഞ്ഞാലും ആ സ്പേസ് അതിന് റിസർവ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുക, വേറൊന്നിനും ആ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ ട്രങ്കേറ്റ് കമാൻഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോർമേഷനെ ഡിലീറ്റ് ചെയ്യാനും പറ്റും. അറ്റ് ദ സെയിം ടൈം ആ ഇൻഫോർമേഷൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഡേറ്റ സ്പേസിന് നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ആ സ്റ്റോറേജ് സ്പേസ് നമുക്ക് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ട്രങ്കേറ്റ് കമാൻഡ്. സോ ട്രങ്കേറ്റ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഡേറ്റാസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്യുന്നതിന് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ആ സ്റ്റോറേജ് സ്പേസിനെ നമുക്ക് റീക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ട്രങ്കേറ്റ് കമാൻഡ്. ട്രങ്കേറ്റ് കമാൻഡ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ദ സിൻടാക്സ് ഫോർ ട്രങ്കേറ്റ് കമാൻഡ് ഈസ് ട്രങ്കേറ്റ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം. ഓക്കെ, ട്രങ്കേറ്റ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം. സോ ട്രങ്കേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്, അതായത് ഈ ടേബിളിനെ ട്രങ്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് എന്ത് ട്രങ്കേറ്റ് എന്ന് പറയുന്നത്. സ്പേസ് ടേബിൾ, അത് നമ്മൾ ആ ടേബിളിനെ റെപ്രസെൻ്റ് ചെയ്യുക, കമാൻഡല്ല, ജസ്റ്റ് ട്രങ്കേറ്റ് സ്പേസ് ടേബിൾ നെയിം. അപ്പം ഏത് ടേബിളിനെയാണോ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പേര് നമുക്ക് സൂചിപ്പിക്കണം. സോ ട്രങ്കേറ്റ് സ്പേസ് ടേബിൾ നെയിം. സപ്പോസ് സ്റ്റുഡൻറ്റ് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ട്രങ്കേറ്റ് സ്പേസ് സ്റ്റുഡൻറ്റ്. സോ ഇങ്ങനെയായിരിക്കും ട്രങ്കേറ്റ് കമാൻഡിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് കമാൻഡ് ദ ടേബിൾ വിൽ ബി ട്രങ്കേറ്റഡ് ആൻഡ് റോസ് വിൽ ബി ഡിലീറ്റഡ് വൈൽ ദ സ്ട്രക്ചർ വിൽ റിമൈൻ സി. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു നമുക്ക് ആ സ്റ്റോറേജ് സ്പേസിനെ റീക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്സിക്യൂഷന് ശേഷം ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഈ ടേബിൾ ട്രങ്കേറ്റ് ആയി പോവുകയും പക്ഷേ ആ സ്ട്രക്ചർ പഴയതുപോലെ തന്നെ റിമെയിൻ ചെയ്യുകയും ചെയ്യും. അതായത് റോസ് എല്ലാം ഡിലീറ്റഡ് ആവും, പക്ഷെ അതിനുവേണ്ടി യൂസ് ചെയ്ത സ്റ്റോറേജ് സ്പേസ് അവിടെ തന്നെ ബിലോങ് ചെയ്യും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റിലേഷനോ അല്ലെങ്കിൽ ടേബിളിനോ വേണ്ടിയിട്ട് നമുക്ക് ആ സ്പേസിന് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അത് തന്നെയാണ് ട്രങ്കേറ്റ് എന്ന് പറഞ്ഞ കമാൻഡിൻ്റെ അഡ്വാൻറ്റേജ്. ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് കമാൻഡ് ദ ടേബിൾ വിൽ ബി ട്രങ്കേറ്റഡ് ആൻഡ് ദ റോസ് വിൽ ബി ഡിലീറ്റഡ് വൈൽ ദ സ്ട്രക്ചർ വിൽ റിമൈൻ സി. ടു റീയൂസ് ദ സ്പേസ് അലോക്കേറ്റഡ് ഫോർ ദ ഡിലീറ്റഡ് റോസ്. ഇനി നമുക്ക് ഈ ഡിലീറ്റ് ചെയ്ത റോസ് നമുക്ക് ടേബിൾ ഡിലീറ്റ് ആയി പോയിട്ടുള്ള റോസിൻ്റെ സ്പേസിനെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു റീക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ എന്തും കൂടെ ആഡ് ചെയ്യണം, റീയൂസ് എന്ന് പറഞ്ഞ കമാൻഡും കൂടെ ആഡ് ചെയ്യണം. ക്ലിയർ? നമുക്ക് ട്രങ്കേറ്റ് കമാൻഡിൽ നമ്മുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ട്രങ്കേറ്റ് ചെയ്യുന്നതോടൊപ്പം സ്റ്റോറേജ് സ്പേസിനെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, റീയൂസ് എന്ന് പറഞ്ഞ് കമാൻഡ് കൊടുക്കണം. ദ സിൻടാക്സ് ഫോർ ദ റീയൂസ് കമാൻഡ് ഈസ് ട്രങ്കേറ്റ് ടേബിൾ നെയിം റീയൂസ് സ്റ്റോറേജ്. ഓക്കെ, സപ്പോസ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ടേബിളിൻ്റെ സ്റ്റോറേജിനെയാണ് നമുക്ക് റീയൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ട്രങ്കേറ്റ്
ടേബിൾ സ്പേസ് സ്റ്റുഡൻറ്റ് സ്പേസ് റീയൂസ് സ്പേസ് സ്റ്റോറേജ്. അതിൻ്റെ സ്റ്റോറേജ് ഏരിയ ഏതാണെന്നുള്ളത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. സോ ട്രങ്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിൻ്റെ റോസിന് അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ട്രങ്കേറ്റ്. അപ്പോൾ നമുക്ക് നോർമലി ഡ്രോപ്പും ഡിലീറ്റൊക്കെ ഉപയോഗിച്ചാൽ പോരെ എന്ന് ചോദ്യം വരും. സോ അങ്ങനെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഈ കമാൻഡിനുള്ള പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഡേറ്റാസ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം സ്റ്റോറേജ് സ്പേസ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീയൂസ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നു. സം ലിമിറ്റേഷൻസ് എക്സിസ്റ്റ് ഇൻ ദ യൂസ് ഓഫ് ദിസ് കമാൻഡ്. ഇനി ഈ ട്രങ്കേറ്റിന് ഒന്ന് രണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് കനോട്ട് ട്രങ്കേറ്റ് ദ റോസ് ഓഫ് എ ടേബിൾ ഇഫ് ദർ ആർ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഫോർ വിച്ച് ടേബിൾ ഇസ് പേരൻറ്റ് ടേബിൾ. അതായത് ഈ ടേബിൾ ഒരു പേരൻറ്റ് ടേബിൾ ആയിരിക്കെ അവിടെ ഒരു റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ റോസിനെ ട്രങ്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഒരു എന്താണ് റെഫറൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ ഫോറിൻ കീ കൺസിഡറേഷൻ ആണ് വരുന്നുണ്ടെങ്കിൽ പേരൻറ്റ് ടേബിളും ചൈൽഡ് ടേബിളും ഉണ്ടായിരിക്കും. സോ ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്നത് മറ്റൊരു ടേബിളിലെ ഫോറിൻ കീ ആയിരിക്കും. അപ്പോൾ അത് പോയി ഈ പ്രൈമറി കീ ടേബിളിലെ വാല്യൂസിനെ മറ്റേ ടേബിളിൽ പോയി റെഫർ ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പേരൻറ്റ് ടേബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൽ റെഫറിങ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? മറ്റേ ടേബിളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. നമ്മൾ ഫോറിൻ കീ കോൺസെപ്റ്റ് പഠിച്ചപ്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. റെഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടേബിളിലെ വാല്യൂവിൻ്റെ ഫുൾ ഡീറ്റെയിൽസിന് നമുക്ക് മറ്റേ ടേബിളിൽ പോയി റെഫർ ചെയ്യുന്ന വാല്യൂവിൽ നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രങ്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ബിലോങ് ചെയ്യുന്ന ഒരു പേരൻറ്റ് ടേബിളിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രങ്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ റോസിനെ നമുക്ക് ട്രങ്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കനോട്ട് റോൾ ബാക്ക് എ ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഒരിക്കലും റോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ റോൾ ബാക്ക് എന്താണെന്നുള്ളത് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുക, ഒരിക്കലും ഈ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ബിലോങ് ചെയ്യുന്നെങ്കിൽ അതിനെ ട്രങ്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ടേബിളിന്. അതുപോലെ തന്നെ റോൾ ബാക്ക് എന്താണ് ഒരു ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരിക്കലും എന്താണ് റോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇത്രയുമാണ് ട്രങ്കേറ്റ് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് കമ്മിറ്റ്. To make permanent all changes made to a table through the use of an insert, update, delete operation, the user needs to commit these changes. ദാറ്റ് ഈസ് നമ്മളൊരു ഇൻസേർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ, അപ്ഡേഷൻ ഓപ്പറേഷൻസ് ഒരു ടേബിളിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ ചേഞ്ചസ് പെർമനൻ്റായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ആ യൂസർ എന്ത് ചെയ്താൽ മതിയാവും, ഈ ആ നടത്തിയ മാനിപ്പുലേഷൻസിൽ അല്ലെങ്കിൽ നടത്തിയ ചേഞ്ചസിന് എല്ലാം കമ്മിറ്റ് എന്ന് പറഞ്ഞ കമാൻഡിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, നടത്തിയ ഓപ്പറേഷൻസ് എല്ലാം പെർമനൻ്റ് ആയിട്ട് സേവ് ആവും. That is the instructions that allow a user to record these changes permanently into the database is commit command. സോ ഈ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒരിക്കലും എന്താണ് പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് അലോ എ യൂസർ ടു റെക്കോർഡ് ദീസ് ചേഞ്ചസ് പെർമനൻ്റ്ലി ഇൻ ടു ഡേറ്റാബേസ് എന്ത് ചെയ്താൽ മതിയാവും, അവർ കമ്മിറ്റ് കമാൻഡിൽ കൊടുത്താൽ മതിയാവും. അല്ലാതെ കൊടുക്കുന്നത് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ആക്സസ് ചെയ്യണം എന്നില്ല. പക്ഷേ കമ്മിറ്റ് കൊടുത്താൽ കൃത്യമായിട്ട് ആ ചേഞ്ചസ് പെർമനൻ്റ് ആയിട്ട് ആയിരിക്കും. വേറെ എന്ത് ഓപ്പറേഷൻസ് വന്നാലും അതിലെന്ത് വരത്തില്ല, ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഇത് കൃത്യമായിട്ട് തന്നെ ആ അപ്ഡേഷൻ നടത്തി അത് കമ്മിറ്റിൽ കൊടുത്താൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് കമ്മിറ്റ് കമാൻഡ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് അത് ഇപ്പം ഓരോന്നിന് കൊടുക്കാതെ ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ നടത്തിയിട്ട് അത് കമ്മിറ്റ് കൊടുത്താൽ അവിടുത്തെ ചേഞ്ചസ് പെർമനൻ്റ് ആയിട്ട് സേവ് ആവും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് കമ്മിറ്റ് യൂസ് ചെയ്യുന്നത്. സോ കമ്മിറ്റ് ദാറ്റ് വർക്ക്, ആ പീസ് ഓഫ് വർക്കിനെ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് അതിൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ്. Assuming that the changes made to a table, that is insertion, updation, deletion, whatever, that had not been committed, the user can cancel all the intermediate changes made to a table by issuing a rollback statement. അതായത്
നമ്മൾ കമ്മിറ്റ് വഴി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനാണ് കമ്മിറ്റിൽ കൊടുക്കുന്നത്. സോ വൺസ് യൂസർ കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു, പക്ഷേ അത് കമ്മിറ്റ് ചെയ്തില്ല, അങ്ങനെ ഇരിക്കവേ അയാൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തത് ക്യാൻസൽ ചെയ്യണം. സപ്പോസ് ഒരു ഡിലീഷൻ നടത്തി, പക്ഷേ അത് ഡിലീഷൻ്റെ ആവശ്യമില്ല, ആ ഡിലീഷൻ ഓപ്പറേഷനെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റിന് ഇഷ്യൂ ചെയ്താൽ മതി? ഒരു റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റിന് ഇഷ്യൂ ചെയ്താൽ മതി. അതായത് കമ്മിറ്റ് ചെയ്യാത്ത ഓപ്പറേഷനെ ചേഞ്ച് ചെയ്യാൻ എന്തുപയോഗിക്കാം? നമുക്ക് റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. പക്ഷെ കമ്മിറ്റ് ചെയ്താൽ പിന്നെ റോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തുപയോഗിച്ചാൽ മതി? റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാൽ മതി. ദിസ് ആക്ഷൻ ഇഗ്നോർസ് ഓൾ ദ ചേഞ്ചസ് മെയ്ഡ് ടു എനി ടേബിൾ ഓർ എനി അതർ ഡേറ്റാബേസ് സബ്ജക്ട് സിൻസ് ദ ലാസ്റ്റ് കമ്മിറ്റ്. ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടോ അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റോൾ ബാക്ക് ഉപയോഗിച്ച് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. പക്ഷേ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? റോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ റോൾ ബാക്ക് ചെയ്യാം. ഇല്ല, നമ്മൾ കുറച്ച് ആക്ഷൻസിനെ കമ്മിറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും കുറച്ച് ആക്ഷൻസ് ചെയ്തു, അതിലെന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് കമ്മിറ്റിന് ശേഷമുള്ള ഓപ്പറേഷൻസിനെ റോൾ ബാക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ദ റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് യൂസ് ടു ക്യാൻസൽ ഓർ ടെർമിനേറ്റ് ദ കറണ്ട് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ഒരു റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പം കറണ്ട് ട്രാൻസാക്ഷന് ക്യാൻസൽ ചെയ്യാനോ ടെർമിനേറ്റ് ചെയ്യാനോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. If a user has made several uncommitted changes to a table, realizes that the last few changes are incorrect or unnecessary, at this moment the user issues a rollback statement. All changes are incorrect or unnecessary. If at this moment the user issues a rollback statement and changes will be ignored, including the changes were correct. സോ ഇങ്ങനെ നമ്മൾ റോൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അൺകമ്മിറ്റഡ് ആയിട്ട് കുറേ ചേഞ്ചസ് നമ്മൾ ടേബിളിൽ വരുത്തി, അതായത് കമ്മിറ്റ് ചെയ്യാതെ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി. പക്ഷേ അപ്പോൾ റിയലൈസ് ചെയ്യുവാണ് ലാസ്റ്റ് വരുത്തിയ കുറച്ച് ചേഞ്ചസ് ഇൻകറക്റ്റ് അൺനെസസറി ആയിരുന്നു. അപ്പം ഈ സമയത്ത് എന്താ, നമുക്കൊരു റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് ബാക്ക് ചെയ്യാൻ പറ്റും, അതായത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ റോൾ ബാക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും പോവുകയാണ്. അതായത് നമ്മൾ ലാസ്റ്റ് ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നടത്തിയതിൽ കുറച്ച് കാര്യങ്ങൾ കറക്റ്റും കുറച്ച് കാര്യങ്ങൾ ഇൻകറക്റ്റും ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഇൻകറക്റ്റിൻ്റെ കൂടെ നമ്മൾ റോൾ ബാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പോർഷൻ കൂടെ അല്ലെങ്കിൽ കറക്റ്റ് ഓപ്പറേഷൻ കൂടെ എന്ത് ചെയ്ത് പോവുകയാണ്? നമുക്ക് റോൾ ബാക്ക് ചെയ്തങ്ങ് പോവുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസ് എപ്പോഴും റോൾ ബാക്കിലൊരു പ്രോബ്ലമായിട്ട് വരികയാണ്. So it is better to go back to prior state of database buffer right before where he or she begin making incorrect changes. So ഇങ്ങനെ ഒരു ഇൻകറക്റ്റ് ചേഞ്ചസ് വരുത്തുന്നതിന് മുന്നേ അതിനെ ഒരു ഡേറ്റാബേസ് ബഫറോ ഒരു പ്രയർ സ്റ്റേറ്റോ വല്ലതും സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പം അതിൽ ഏത് ഫ്രേസിനെയാണോ വേണ്ടുന്നത് അതിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? റോൾ ബാക്ക് ചെയ്താൽ മതി. എല്ലാത്തിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റോൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇപ്പോൾ റോൾ ബാക്ക് എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് അൺകമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റോൾ ബാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരിക്കലും ട്രങ്കേറ്റ് കമാൻഡിന് റോൾ ബാക്ക് എന്താണ്, റോൾ ബാക്ക് ചെയ്ത് നമ്മൾ പ്രീവിയസ് ഇതിൽ കണ്ടായിരുന്നു, ഒരു ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? റോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ട്രങ്കേറ്റ് പെർമനൻ്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ചേഞ്ചാണ്. അപ്പോൾ അവിടെ ഒരിക്കലും എന്തിന് പ്രസക്തിയില്ല? റോൾ ബാക്കിന് പ്രസക്തിയില്ല. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ഇവിടെ ഇപ്പോൾ നമ്മളെന്താ ഡിസ്കസ് ചെയ്തത്? എല്ലാം കൂടെ ഒരുമിച്ച് ചേഞ്ച് ആയി പോകുന്നത്, അത് കറക്റ്റും ഇൻകറക്റ്റും ഒക്കെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രിവെൻറ്റീവ് മെഷർ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ കറക്റ്റും ഇൻകറക്റ്റും ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കറക്റ്റിനെയും ഇൻകറക്റ്റിനെയും വേർതിരിച്ച് മാറ്റാൻ റോൾ ബാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സേവ് പോയിൻ്റ് എന്ന് പറയുന്നത്. എ സേവ് പോയിൻ്റ് ഐഡൻറ്റിഫൈസ് എ പോയിൻ്റ് ഇൻ ദ ട്രാൻസാക്ഷൻ ടു വിച്ച് വി ക്യാൻ റോൾ ബാക്ക് പ്രൊവൈഡഡ് ദ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ കമ്മിറ്റഡ്. അതായത് ഒരു സെക്ഷന് ഓരോ നെയിം, ഒരു ലേബൽ അല്ലെങ്കിൽ ഐഡൻറ്റിഫയർ പോലെ നമ്മൾ നെയിം ചെയ്ത് പോവുകയാണെങ്കിൽ വൺസ് നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു പ്രോബ്ലം
കണ്ടാൽ ആ പർട്ടിക്കുലർ സെക്ഷനിലുള്ള സേവ് പോയിന്റ് പേരിനെ മാത്രം എന്ത് ചെയ്താൽ മതിയാകും, റോൾ ബാക്ക് ചെയ്താൽ മതിയാകും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഓരോ ഇപ്പം അപ്ഡേറ്റ് സെക്ഷന് ഒരു നെയിം കൊടുക്കുക, പിന്നെ ഇൻസേർട്ട് സെക്ഷന് ഒരു പേര് കൊടുക്കുക, ക്രിയേഷൻ ഒരു പേര് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനും ഓരോ പേര് കൊടുക്കുകയാണെങ്കിൽ, ദാറ്റ് സേവ് പോയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം സേവ് പോയിന്റ് സ്പേസ് സേവ് പോയിന്റ് നെയിം. അപ്പോൾ എന്താണ്, ഇപ്പം ABC എന്ന് കൊടുക്കുകയാണെങ്കിൽ സേവ് പോയിന്റ് A, സേവ് പോയിന്റ് B, സേവ് പോയിന്റ് C എന്ന് കൊടുത്താൽ നമുക്കിപ്പോൾ C സെക്ഷനിലാണ് ഒരു പ്രോബ്ലം കണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതിയാവും, റോൾ ബാക്ക് C. അതിനെ മാത്രം എന്ത് ചെയ്താൽ മതി, റോൾ ബാക്ക് ചെയ്താൽ മതി. എയും ബിയും എന്ത് ചെയ്തും അവിടെ തന്നെ ബിലോങ് ചെയ്യും. തെറ്റായിട്ടുള്ള C സെക്ഷൻ മാത്രം എന്ത് ചെയ്ത് പോകും, റോൾ ബാക്ക് ചെയ്ത് പോകും. സോ അതാണ് ഈ സേവ് പോയിന്റ് കൊടുത്ത് പൊസിഷനെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് റോൾ ബാക്ക് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിച്ചാൽ മതി, ഈ സേവ് പോയിന്റ് നെയിം യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം എന്തിൻ്റെ കേസിലാണ് ഉള്ളത്, അൺകമ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ കേസസിലാണ്. സോ നമ്മൾ 4 ടേംസാണ്, കമാൻഡ്സാണ് ഡിസ്കസ് ചെയ്തത്. എന്താണ്, ട്രങ്കേറ്റ്, ടേബിളിലെ റോസിനെ ഡിലീറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോറേജ് സ്പേസ് റീയൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡേറ്റാസ് എല്ലാം പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകും. ഇനി കമ്മിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നടത്തിയ ട്രാൻസാക്ഷൻസ് എല്ലാം പെർമനൻ്റ് ആക്കാൻ കമ്മിറ്റ് ചെയ്യാം. ഇനി കമ്മിറ്റ് ആക്കാത്തതിനെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് റോൾ ബാക്ക് ഉപയോഗിക്കാം. അപ്പോൾ റോൾ ബാക്ക് ഉപയോഗിക്കുമ്പോൾ ഓരോ സെക്ഷനായിട്ട് റോൾ ബാക്ക് ചെയ്യാൻ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, സേവ് പോയിന്റിന് യൂസ് ചെയ്യാം. ഓക്കെ. Assignment question, define the truncate statement. Second question, explain the commit and rollback commands. So I hope that all of you understand this session. Thank you.